ഹലോ ഗൈസ്, ഞാൻ ആദർശ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരുപാട് എക്സൈറ്റഡ് ആണ്. കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയിലെ തന്നെ ടോപ്പ് 3 റോഡ്വേസിന്റെ കിണൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു സ്ഥാനം വഹിക്കുന്ന ഒരു അടിപൊളി കിണലിലാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ഡയലോഗ് അടിച്ച് സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ കൊച്ചി സർവേ എന്നറിയപ്പെടുന്ന നമ്മുടെ റെഡ് ഡേയ്സ് കിണറ്റിലാണ്. അപ്പോൾ റെഡ് ഡേയ്സ് കിണറ്റിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ മധുവേട്ടൻ, നമ്മുടെ റെഡ് ഡേയ്സ് കെനൽസിന്റെ വൺ ആൻഡ് ഓൺലി ഓണർ അല്ലേ? അപ്പൊ മധുവേട്ടാ, നിങ്ങളെ ഈ ഫീൽഡിൽ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. എൻ്റെ പേര് സിനോജ മാധവൻ എന്നാണ്. മധു എന്ന് വീട്ടിൽ വിളിച്ചിട്ട് പിന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ട് അങ്ങനെ മധു എന്നായതാണ്. അപ്പോൾ പേര് സിനോജ മാധവൻ. റെഡ് ഡേയ്സ് കെനൽസ് എന്ന് പറയുന്ന ഒരു കെന്നലുണ്ട്. പിന്നെ ഒരു 15 വർഷമായിട്ട് ഈ റോട്ട് പിള്ളറിൻ്റെ ബ്രീഡിങ്, അതുപോലെ തന്നെ ട്രെയിനിങ്, അങ്ങനെ ഷോസൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എലിമ കുറച്ച് കൂടി പോയോ സംശയം. അപ്പോൾ പുള്ളിയുടെ എലിമ കണ്ടിട്ട് നിങ്ങൾ ആരും പുള്ളിൻ്റെ എഡ്ജ് ചെയ്യണ്ട. ഒരു 4-5 ഇമ്പോർട്ടൻ്റ് ഓണറാണ്. അത് മാത്രമല്ല, നമ്മുടെ റെഡ് ഡേയ്സ് എന്ന് പറഞ്ഞ കെനൽ കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ഇന്ത്യക്ക് വെളിയിലും ഇങ്ങനെ സെർബിയയിൽ പോലും ആൾക്കാർ സംസാരിക്കുന്ന, റെഡ് ഡേയ്സിനെ കുറിച്ച് സംസാരിക്കുന്ന അത്രയും ഒരു ഫേമസ് ആയിട്ടുള്ള കെനലാണ്. അപ്പം അതുകൊണ്ടാ നമ്മുടെ പുതിയതായിട്ടുള്ള ഇപ്പോൾ 4-5 ഇമ്പോർട്ട് കൂടി ഉണ്ടെന്ന് എനിക്ക് അറിയാം. എന്നാലും നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നമ്മുടെ പുതിയ ഇമ്പോർട്ട് ആരാ? നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ രാജാവ്, ഇപ്പോഴത്തെ നമ്മുടെ കിങ് എന്ന് പറയുന്നത് ഡൂക്ക വോൺ ടെന്നൻഫീൽഡ്. എനിക്കറിയുന്ന മധുവേട്ടൻ ഒരു നായേനെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും ഒരു മുന്നിലോട്ട് എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഡൂക്ക വോൺ ടെന്നൻഫീൽഡ് എന്ന് പറഞ്ഞ ഈ നായേനെ പുറത്തുനിന്ന് കൊണ്ടുവരാനായിട്ട് എന്തായിരുന്നു അതിൻ്റെ റീസൺ? ടെന്നൻഫീൽഡ് കെന്നലിന്റെ മെയിൻ സ്ട്രൈക്കർ തന്നെയായിരുന്നു ഡൂക്ക അല്ലേ. അവരതിൽ ബ്രീഡ് ചെയ്ത് അവർ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അവർ ആ ഹോൾഡ് ചെയ്ത് നമ്മൾ അതിന്റെ പ്രൊജനിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. പിന്നെ അതിന്റെ പ്രൊജനി നമ്മൾ കാണിക്കുന്നുണ്ട്. ആ പ്രൊജനിയിൽ നമുക്ക് കാണാം അതെന്താന്നുള്ളത്. നമ്മൾ ഓൺ ബ്രീഡിങ് പപ്പീസ് ഇറങ്ങിയിട്ടുണ്ടല്ലേ? ഓക്കെ, അടിപൊളി അടിപൊളി. മധുവേട്ടാ, എൻ്റെ ആദ്യത്തെ ചോദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും നല്ല പപ്പി നിങ്ങൾ ഉണ്ടാക്കിയെടുത്തത്? അതൊക്കെ ദൈവത്തിന്റെ കൃപയാണോ? ഇതെവിടെ വാങ്ങാൻ കിട്ടും? ഇല്ല, അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ താൻ നേരത്തെ ചോദിച്ചില്ലേ എന്തിനാണ് മെയിലിനെ കൊണ്ടുവരുന്നത്, ആ മെയിലിൽ എന്താണ് കാണുന്നത് എന്നൊക്കെ. മെയിലിന് നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കണക്കാക്കുന്നുണ്ടോ അതേപോലെ തന്നെ നമ്മൾ ഫീമെയിലിന് ഇമ്പോർട്ടൻസ് കണക്കാക്കണം. അപ്പം ആ ഫീമെയിൽ സ്റ്റോക്ക് ഒരു സൈഡിൽ നിന്ന് നമ്മൾ കുറച്ച് ഹൈഡായിട്ട് തന്നെ ഇമ്പ്രൂവ്മെന്റ് ചെയ്തിട്ട് അതൊരു ടോപ്പ് ലെവലിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അപ്പം ഈ സത്യം പറഞ്ഞ ഈ വീഡിയോ ഒന്നും ഞാൻ പുറത്ത് കാണിക്കില്ല എന്ന് വിചാരിച്ചെടുത്ത വന്ന് ചെകഞ്ഞെടുത്ത കാരണം ഞാനത് പുറത്തേക്ക് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ
കാരണം അത് വേറെ ഒന്നും കൊണ്ടല്ല, ആ ഒരു ലൈൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ ആ ഒരു സെർബിയൻ സ്റ്റൈലിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ടിമിറ്റോർ സ്റ്റൈലിലേക്ക് മാറ്റണം. പണ്ട് ഞാൻ ടിമിറ്റോറിന് മറ്റേ ഡാർക്കൊക്കെ ഒരു മെസ്സേജ് വെച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളെ ശിഷ്യനാന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഞാൻ കാണിക്കണ്ട്. ഈ പപ്പിനെ കണ്ടിട്ട് ഞാൻ പറയാം, ഇപ്പൊ ഞാൻ പറയുമ്പോ തള്ളാന്നൊക്കെ പറയും, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഇന്ത്യയിൽ. ഞാൻ ഇങ്ങനത്തെ പപ്പിനെ കണ്ടിട്ടില്ല. ഇന്ത്യയിൽ നിന്നല്ല, പുറത്ത് പോലും ഇത്ര എക്സ്ട്രീം ആയിട്ടുള്ള കുട്ടിനെ കണ്ടിട്ടില്ല. ഞാൻ ആർക്കും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് മധുവായിട്ടിനെ ബന്ധപ്പെട്ട് പപ്പിനെ കാണാം. അത്രയും എക്സ്ട്രീം. ഈ വീഡിയോയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അത് അവരുടെ സേഫ്റ്റി ഒന്ന് ഇമ്പോർട്ടന്റ് ആണ്. ശരിയാണ്. ഇപ്പൊ കാരണം എന്താ വെച്ചാൽ ഇത് ഇത്രയും സ്റ്റോക്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ നമ്മൾ ഒരു സ്ഥലത്തായിട്ടല്ല ഡെവലപ്പ് ചെയ്യുന്നത്. കാരണം പേടിയാണ്. കാരണം പെട്ടെന്ന് എന്തെങ്കിലും ഒരു പവർ ഓവർടേക്ക് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും 1-2 ഡോഗിന് മാത്രമാണ് അത് സംഭവിക്കാൻ പാടുള്ളൂ. അപ്പൊ ബാക്കിയുള്ളവരെല്ലാം സേഫ് ആയിട്ടിരിക്കും. മാക്സിമം ആരേനെയും നമ്മള് കാണിക്കുന്നില്ല, ആ ഒരു സ്റ്റോക്സിനെ പുറത്തേക്ക് കാണിക്കുന്നില്ല. എന്നിരുന്നാലും ഒരു വർഷത്തിനുള്ളിൽ ഡേയ്സിലേക്ക് എന്തിലേക്ക് മാറാൻ പോണെന്നുള്ളത് എനിക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇമ്പോർട്ട് ഇറക്കേണ്ടി വരില്ല, ഇനിയിപ്പോ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കണേ. എന്താണ് മധുവായിട്ടുള്ള അഭിപ്രായം? നോക്കാല്ലേ. അപ്പൊ നമ്മളൊരു അടിപൊളി മെയിൽ കണ്ടു, ഡൂക്ക ബോൺ ടാൻഫീൽഡ് എന്നാണ് ഒരു പേര്. അവന്റെ പപ്പീലും കണ്ടു, അതൊരു രക്ഷയില്ല. അത് ഞാൻ നിങ്ങളെ നമിച്ചു. നിങ്ങൾ അതിനെക്കുള്ളിൽ ഞാൻ ഒന്നും പറയാനില്ല. എല്ലാം അതെ അതെ അതെ, ദൈവത്തിന്റെ കൃപ. അപ്പൊ നമുക്ക് പുറത്തേക്കൊക്കെ ഇപ്പൊ മീറ്റിംഗ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ടോ? നമ്മൾ ഏത് മെയിലും ഉണ്ടെന്നാലും പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്. ഉപയോഗിക്കുന്ന അതേ സ്റ്റോക്ക് പുറത്തുള്ള ആളുകൾക്ക് അത് കിട്ടിയാലാണുള്ള ഗുണമുള്ളൂ. അല്ലാതെ ഇപ്പൊ നമ്മൾ മാത്രം ഉപയോഗിച്ചിരുന്നിട്ട് പ്രത്യേകിച്ച് ഒരു കഥയില്ലേ. അപ്പൊ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ മധുവിനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ഏത് മെയിലിനെ കാണിക്കാൻ പോണേ? അടുത്തത് നമ്മൾ അടുത്ത രാജാവ്, അതായത് കർമാവോം ടെനൻഫീൽഡ്. സെയിം കെനൽ തന്നെയാണ് അല്ലേ? ഒരേ കെനലിൽ ഒന്നാളത്. അത് രണ്ട് ടൈപ്പ് ഡോഗ്സ് ആണ്. അതാണ് അതിന്റെ പ്രത്യേകത. അതായത് കർമ്മനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അവന് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മെയിലാണ്. അതായത് ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ മെയിൽ അതായിരിക്കും. സെന്റിമീറ്ററും കണക്കും ചോദിക്കരുത്, ഞാൻ പറയില്ല. അപ്പോൾ ഭയങ്കര ഹൈറ്റാണ്, ഭയങ്കര ലെങ്ത്താണ്, ഹ്യൂജ് ടൈപ്പ് മെയിലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റോക്സ് എപ്പോഴെങ്കിലും ഒന്ന് ഒരു കോമ്പാക്റ്റിലേക്ക് മാറുന്നു എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഒരു മെയിൽ കുറച്ച് ഹെവിയിലേക്ക് പോകണം. അപ്പോൾ ആ ഒരു ഹ്യൂജ്നെസ്സും കാര്യങ്ങളൊക്കെ അവനുണ്ട്. പിന്നെ അവൻ എന്ന് പറഞ്ഞാൽ ടിമിറ്റോ ടൈപ്പ് ഡോഗ്സിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രമാണ് അവൻ ഇഷ്ടപ്പെടുള്ളൂ. കാരണം ഒരു ഓവർ പഞ്ച് ഫേസ് ആണ്, വിങ്കിൾസ് എല്ലാം കൂടുതലാണ്. അപ്പൊ എല്ലാവരും അവനെ ഇഷ്ടപ്പെടണം എന്നില്ല, പക്ഷെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവനെ ഭയങ്കരമായിട്ട് ഓവറായിട്ട് അവൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഇപ്പൊ റെഡ് ഐസിലത്തെ ഡോഗ്സ് ആണെങ്കിലും പുറമേ നിന്ന് നോക്കുകയാണെങ്കിലും ഞാൻ കണ്ടതിൽ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഏറ്റവും എക്സ്ട്രീം ടൈപ്പ് ആയിട്ടുള്ള മെയിലാണ് കർമ്മ. അതിലെനിക്ക് ഒരു ഡൗട്ടും ഇല്ല. കാരണം അത് അവനെ കണ്ട ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതിന്റെ അപ്പുറത്തേക്ക് ഒരു എക്സ്ട്രീംനെസ് ഇനി ഉണ്ടോ എനിക്കറിയില്ല. വീഡിയോയിൽ ഒതുക്കാൻ പറ്റില്ല, അതാണ് അതിന്റെ പ്രശ്നം. അങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞാലും അവൻ ആ ഒരു ഫീല് കാണണമെങ്കിൽ ഡയറക്റ്റ് വരണം. ഡയറക്റ്റ് തന്നെ ഒന്ന് കാണണം. അത് അങ്ങേറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു മെയിലാണ് കർമ്മ എന്ന് പറയുന്ന ഡോഗ്. അപ്പൊ നമ്മള് കർമ്മേനെ കണ്ടു. ഇനി കർമ്മയുടെ പപ്പീസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും കാണിക്കാനുണ്ടോ? നമുക്കൊരു ഒരു പപ്പീനെ ഞാൻ കാണിച്ചു തരാം. അതെ അല്ലേ? ഓക്കെ. കാരണം ഒരുപാട് പപ്പീനെ കാണിക്കാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷൻ ആണ്. പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരു പപ്പീനെ ജസ്റ്റ് കാണിച്ച് എന്തായാലും തന്റെ ഒരു ആഗ്രഹമല്ലേ, അത് മതി. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ റെഡ് ഐസ് ആക്കിയ നമ്മുടെ ക്രിസ്പീനെയാണ് കാണിക്കാൻ പോണേ.
വെറുതെ ക്രിസ്പി എന്ന് പറഞ്ഞാൽ പോരാ, ഇന്ത്യൻ ചാമ്പ്യൻ ക്രിസ്പി ടീം കേട്ടോ. അപ്പൊ നമുക്ക് അവനെ കാണാം. കേട്ടാ, നിങ്ങൾക്ക് എന്താണ് അവനെ കുറിച്ച് പറയാനുള്ളത്? ക്രിസ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോഡ് ഗിഫ്റ്റ് എന്നൊക്കെ പറയുന്നത്. അതായത് മറ്റേ ആരും ഇല്ലാത്ത നേരത്തെ കൂടെ വന്നോണ്ടാന്നൊക്കെ പറഞ്ഞ അത് എന്താ പറയാ, ഈ കാണുന്നതൊക്കെ ഒരു പ്ലെയിൻ ഗ്രൗണ്ട് ആയിരുന്നു. ഈ പ്ലെയിൻ ഗ്രൗണ്ടിൽ നിന്ന് ഈ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്പി ടിമിറ്റോ എന്ന് പറയുന്ന ഇന്ത്യൻ ചാമ്പ്യൻ എന്നുള്ള പട്ടം സത്യം പറഞ്ഞാൽ അവന് ജീവിതത്തിൽ ഒരു 3/4 ഭാഗം കഴിഞ്ഞതിന് ശേഷം കിട്ടിയതാണ്. അവനെ സത്യം പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്തു. ആക്സെപ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഗുണപരമായിട്ട് അവൻ ഇന്ന് ഇന്ത്യയിൽ വന്ന ഇമ്പോർട്ടുകളിൽ ഏറ്റവും കൂടുതൽ മീറ്റിംഗ് ചെയ്ത് ഇമ്പോർട്ട് മേല് ക്രിസ്പിയാണ്. പലരും ആ സമയത്ത് 110 ഇമ്പോർട്ടുകൾ കേരളത്തിൽ കിടക്കുന്നതിനിടയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്പി മേല് കയറി വരുന്നത്. പലരും പല രീതിയിൽ അടിച്ചു കത്തി. പക്ഷെ അവരുടെ മുമ്പിൽ തന്നെ 4 CC വാങ്ങിച്ച് ഇന്ത്യൻ ചാമ്പ്യൻ, 5 CC വാങ്ങിച്ച് ഇന്ത്യൻ ചാമ്പ്യനായ അവരുടെ മുമ്പുകൾ വന്നുപോയ മേലാണ് ക്രിസ്പി. അതായത് ഒരു എന്താ പറയാ, അവൻ അങ്ങനെയാണ്. അവൻ തന്നെയാണ് എന്നും. ചെറിയ കുട്ടികളും അതില് വയസ്സായ ആൾക്കാർക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഒരു മെയിലാണ്. ശരിക്കും ടർബോ എന്ന് പറയുന്ന ഒരു മെയിലാണ് ഫസ്റ്റ് ക്രിസ്പി കിട്ടിയത്. റെഡ് ഐസ് എന്ന് പറയുന്ന കെന്നലിന്റെ ഒരു ബേസ് സ്റ്റാർട്ടിങ് അവന്റെ എഫർട്ടാണ്. പക്ഷെ അവനെ ഇന്ന് കാണിക്കാനില്ല, ഭൂമിയിലില്ല. അപ്പൊ നമുക്ക് ക്രിസ്പിയാണ് ഇപ്പൊ ലൈവായിട്ടുള്ളത്. അടുത്തിക്കോ. അപ്പോൾ മധുവേട്ടാ, നമ്മളിന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ പ്രേക്ഷകർക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം ഞങ്ങൾക്ക് അറിയിക്കേണ്ടതാണ്. പുതിയ വീഡിയോസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, നിങ്ങളുടെ സ്നേഹം അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തിയാൽ മാത്രമാണ് ഇതുപോലത്തെ മനുഷ്യന്മാരെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ 3-4 ഡോഗ്സിനെ കണ്ടു. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ഡോഗ് ഏതാണെന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നമുക്കൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട്, മധുവേട്ടൻ്റെ ഇൻസ്റ്റാ പേജ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ പുതിയ ഡോഗ്സിനെയും അതുപോലെ തന്നെ പുതിയ ബ്രീഡിങ്ങിലെ പപ്പീസിനെയും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആദ്യം എൻ്റെ പേജ് ഫോളോ ചെയ്യുക, എന്നിട്ട് ഇയാളുടെ പേജ് വേണമെങ്കിൽ ഫോളോ ചെയ്തോളൂ. അടിക്കുക. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാ, ഫേസ്ബുക്ക്, യൂട്യൂബ് അപ്പോൾ എല്ലാവരും സഹകരിക്കണം. അപ്പോൾ നമുക്ക് ഒരു ബൈ പറഞ്ഞിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീണ്ടും കാണും വരെ വണക്കം.